പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യം, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനത്രേ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മറ്റാര് ചെയ്യുന്നതിനെക്കാട്ടിലും വേഗത്തിൽ അവൻ കാര്യം ചെയ്യും. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഒരു ന്യായാധിപൻ തൻ്റെ ദേശത്തുള്ള ഒരു വിധവയ്ക്ക് വേണ്ടി വേഗത്തിൽ പ്രതിക്രിയ ചെയ്യും, വേഗത്തിൽ കാര്യങ്ങൾ സാധിപ്പിക്കും. എന്താ കാര്യം? അവൾ മുട്ടിപ്പായി ആ കാര്യത്തെ പറയുക കൊണ്ട്, മടുപ്പില്ലാതെ പറയുന്നത് കൊണ്ട്. ഇന്ന് പകൽക്കാലവും മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ചില വിഷയങ്ങൾ നീ വിചാരിച്ച് കാണും താമസിച്ചെന്ന്, നീ വിചാരിച്ച് കാണും വളരെ പതുക്കെയാണെന്ന്, നീ വിചാരിച്ച് കാണും ഒത്തിരി കാലതാമസമെന്ന്. എന്നാൽ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, അവൻ വേഗത്തിൽ ചില വിഷയങ്ങളെ ചെയ്യും. ഈ നാളുകളിൽ പ്രാർത്ഥിച്ച് മടുത്ത വിഷയമാണെങ്കിലും ഡു നോട്ട് വറി. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ഹല്ലേലൂയ, നാം ഹല്ലേലൂയ വറി ചെയ്യാതെ, ആകുലപ്പെടാതെ, ഭാരപ്പെടാതെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചാൽ അവൻ നിശ്ചയമായി അതിനുവേണ്ടി വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവൻ നമ്മെ രക്ഷിക്കും. അവൻ വേഗത്തിൽ കാര്യങ്ങളെ സാധിപ്പിക്കും, വേഗത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, യാക്കോബ്, നാം ഇങ്ങനെ പറയും, യാക്കോബ് തൻ്റെ പിതാവിനെ പറ്റിക്കാൻ വേണ്ടി ഹല്ലേലൂയ പിതാവിൻ്റെ മുമ്പാകെ വേട്ടയിറച്ചി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആട്ടിറച്ചി കൊണ്ട് കൊടുത്ത കഥ നമുക്ക് നന്നായിട്ടറിയാം. യാക്കോബിനോട് ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മകനെ, ഇത്ര പെട്ടെന്ന് നിനക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഹല്ലേലൂയ. യാക്കോബ് പറയുന്ന ഒരു വാക്യം ഹല്ലേലൂയ വളരെ ശ്രദ്ധേയമാണ്. യാക്കോബ് പറയുന്നു, നിൻ്റെ ദൈവം അടിയൻ്റെ നേരെ ആ മൃഗത്തെ വരുത്തി തന്നു. ഈ മൃഗത്തെ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്, അതിന് സമയമെടുക്കും. സാധാരണഗതിയിൽ ഒരു വേട്ടക്കാരൻ പോകുമ്പോൾ രാത്രി മുഴുവനും നോക്കിയിട്ടായിരിക്കും ഹല്ലേലൂയ മൃഗത്തെ വേട്ടയാടി പിടിക്കാൻ പറ്റുന്നത്. അതിനൊരു കുറേ കാലതാമസം സാധാരണഗതിയിൽ വരാറുണ്ട്. യാക്കോബ് പെട്ടെന്ന് ആഹാരവുമായി ചെന്നപ്പോൾ യാക്കോബ് അറിവ് കൂടാതെയോ വായിൽ നിന്ന് വന്ന ഒരു പദം ഇങ്ങനെ, നിൻ്റെ ദൈവം എൻ്റെ നേരെ വരുത്തി തന്നു. പ്രിയരെ, ഇത് നമ്മുടെയും അനുഭവമല്ലേ? പല കാര്യങ്ങളും നമുക്ക് വേഗത്തിൽ സാധിപ്പിച്ചത് നാം വിചാരിക്കും അതെങ്ങനെയാണ് സാധിച്ചത്? ദൈവം ചിലതിനെ നമ്മുടെ നേരെ കൊണ്ടുവന്നു, നമ്മുടെ മുമ്പാകെ കൊണ്ട് നിർത്തി തന്നു. നിങ്ങളൊരു ഓഫീസിൽ ഒരു കാര്യം സാധിപ്പിക്കാൻ പോയാൽ പലപ്പോഴും നിങ്ങൾ പറഞ്ഞ ടെസ്റ്റിമണി അങ്ങനല്ലേ, ഞാൻ ഓഫീസിൽ കടന്നു ചെന്നു, എനിക്ക് മുഖപരിചയമുള്ള ഒരാളെ പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു, കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തന്നു. ഞാൻ ഹല്ലേലൂയ ഒരു ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ പെട്ടെന്നൊരു കാര്യം ദൈവം ചെയ്തു തന്നു. ഒരു ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ പെട്ടെന്ന് കാര്യം സാധിപ്പിച്ചു. പ്രിയരെ, ഇത് കർത്താവ് വരുത്തി തന്നതാ. ഒന്ന് സമ്മതിക്കാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലവും കർത്താവ് കൂടെയുണ്ടെങ്കിൽ ചിലത് പെട്ടെന്ന് സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ, കർത്താവിൻ്റെ നടത്തിപ്പുണ്ടോ, ചില കാര്യങ്ങളുടെ വേഗത ഈ ദിവസങ്ങളിൽ കൂട്ടിത്തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. അവൻ വേഗത കൂട്ടുന്ന ദൈവമത്രേ. ചെറിയവൻ 1000-ഉം വലിയ ഹല്ലേലൂയ കുറഞ്ഞവൻ മഹാജാതിയുമായി തീരുമെന്ന് വേദപുസ്തകം പറയുന്നു. ഒരു ഉണക്കക്കമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു രാത്രി കടന്നതേ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ കതവ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഉണങ്ങിയ വടിയിൽ ഇല വന്നു, പൂ വന്നു, കാ വന്നു. ഹല്ലേലൂയ. സാധാരണഗതിയിൽ ഒരു ബദാം പൂക്കുന്നതിന് ഹല്ലേലൂയ ആൾക്കാർ പറയുന്നത് 7 വർഷമെങ്കിലും വേണം, മിനിമം 7 വർഷം വേണം. എന്നാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് ദൈവം സാധിപ്പിച്ചു കൊടുത്തു. കരയുന്ന ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ചില കാര്യങ്ങളുടെ വേഗത കൂട്ടാൻ ദൈവം വിശ്വസ്തന. ദൈവ സാന്നിധ്യത്തിലിരിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ വീട്ടിനകത്തുണ്ടോ? ചില കാര്യങ്ങളുടെ വേഗത ദൈവം വർദ്ധിപ്പിക്കും. സാധാരണഗതിയിൽ ഒരു മുന്തിരി ഹല്ലേലൂയ ചതച്ച് അതിനകത്തുനിന്ന് വീഞ്ഞുണ്ടാക്കണമെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കണം. എന്നാൽ കർത്താവിനെ വിളിച്ച ഒരു വീട്ടിനകത്ത് പെട്ടെന്ന് കാര്യം സാധിച്ചില്ലേ? നമുക്ക് ആ ചരിത്രം നന്നായിട്ടറിയാം. വെള്ളം കോരിക്കൊണ്ടുവന്ന് അത് വിരുന്നുവാഴിക്ക് കൊടുത്തു. അത് എപ്പം നിറം മാറി, എപ്പോൾ അതിൻ്റെ രുചി മാറി, എപ്പോൾ അതിൻ്റെ മണം മാറി, ആർക്കും അറിയത്തില്ല. നൊടിയിടയിൽ കാര്യം സാധിപ്പിച്ചു. വെള്ളം കോരിക്കൊണ്ട്
പോകുന്ന വഴിയിൽ നടക്കുന്ന ഏതോ ഒരു സ്റ്റെപ്പിനകത്ത് ദൈവം അത്ഭുതം ചെയ്തു, വേഗത്തിൽ കാര്യം സാധിപ്പിച്ചു. ഒന്നുമില്ല, അതിനുള്ള ഇൻഗ്രീഡിയൻസ്, അതിന് ചേരുവകൾ ഒന്നും ചേർത്തില്ല. വെറും വെള്ളത്തെ ദൈവം മാറ്റി നൊടിയിടയ്ക്കുള്ളിൽ ദൈവം അത്ഭുതം ചെയ്തു. ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി വേഗത്തിൽ കാര്യം ചെയ്തു തരും. ദൈവ സാന്നിധ്യത്തിലിരിക്കുന്ന നിനക്ക് വേണ്ടി വേഗത്തിൽ കാര്യം സാധിപ്പിക്കും. കരയുന്ന നിനക്ക് വേണ്ടി ചില വിഷയങ്ങളെ ദൈവം വേഗത്തിൽ ചെയ്തു തരും. ഹല്ലേലൂയ. ആരാധിക്കുന്നവർക്ക് വേണ്ടിയും വേഗത്തിൽ പലത് ചെയ്ത കഥ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വേഗത്തിൽ ചിലത് ചെയ്യാൻ ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവ് വിശ്വസ്തന. ഈ പകൽക്കാലം ആത്മാവിൻ്റെ പ്രവർത്തനം വ്യാപരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചതുപോലെ പെട്ടെന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നാം ഒന്ന് പ്രാർത്ഥിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ ചിലത് വേഗത്തിൽ ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന, നമ്മുടെ കർത്താവ് മതിയായവന. നമ്മുടെ കർത്താവ് നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.